പ്രതീക്ഷ നൽകുന്ന പ്രകാശം പരത്തുന്ന ചില മനുഷ്യർ കൂടിയുണ്ട് നമുക്കിടയിൽ. അങ്ങനെ ഒരാളാണ് തൊടുപുഴ ചൊപ്പുകുളത്തെ പുഷ്പ ചേച്ചി. ഇത് ടി തോമസ്. 87 വയസ്സുണ്ട്. പക്ഷാഘാതം വന്ന കിടപ്പിലാണ്. തൃശൂർ മാളയിൽ നിന്നും തന്റെ 16ാമത്തെ വയസ്സിലാണ് തോമസ് കുടകിലേക്ക് കുടിയേറുന്നത്. അവിടെ പല ജോലികൾ ചെയ്തു. പാലക്കാട് നിന്നും കുടിയേറിയ അപ്പൂട്ടനും കുടുംബവും നടത്തിയിരുന്ന ചായക്കടയിൽ തോമസ് ഏട്ടൻ സഹായിയാവുന്നത് തന്റെ 41ാമത്തെ വയസ്സിലാണ്. അധികനാൾ കഴിയുന്നതിനു മുമ്പ് തന്നെ അപ്പൂട്ടൻ മരിച്ചു. ഇതോടെ ആ കുടുംബത്തിനും കുട്ടികൾക്കും താങ്ങും തണലുമായി തോമസ് ഏട്ടൻ മാറി. അപ്പൂട്ടന്റെ കുട്ടികൾക്ക് തോമസ് ഏട്ടൻ അച്ഛന്റെ സ്നേഹവും വാത്സല്യവും നൽകി. തേച്ചു മടക്കിയ ഷർട്ടും മുണ്ടും ഒപ്പം വലിയ കൊമ്പൻ മേശിയും ഉണ്ടായിരുന്ന തോമസ് ഏട്ടൻ ആ കുട്ടികൾക്ക് മീശമാമനായി. കടയിൽ കച്ചവടം കുറഞ്ഞതോടെ തോമസ് മറ്റു ജോലികൾ തേടിപ്പോയി. ഇതാണ് ഫ്ലാഷ് ബാക്ക്. തോമസ് ഏട്ടൻ ഇന്ന് തൊടുപുഴയിലെ ചെപ്പുകുളത്താണുള്ളത്. ഇവിടെ സംരക്ഷണം നൽകുകയും പരിചരിക്കുകയും ചെയ്യുന്നത് ആ പഴയ അപ്പൂട്ടന്റെ മകൾ പുഷ്പ എന്ന മണിയാണ്. അവിവാഹിതനായ തോമസ് ഏട്ടൻ പക്ഷാഘാതം വന്ന് ആരും തുണയില്ലാതെ ആശുപത്രിയിലാണെന്നറിഞ്ഞ് കുടകിൽ പോയി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഒരു വാർഡിൽ ഒരു മൂലയ്ക്ക് ഒരു കട്ടിലിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ബോധമൊന്നുമില്ല, ചുമ്മാ കിടക്കുക. അവിടെ ഇങ്ങനെ അവരുടെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഗുളികയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണം ഇത് ആശുപത്രി കിടന്ന പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ചെന്ന് ഇങ്ങനെ കുറേ തട്ടി വിളിച്ചപ്പോൾ കണ്ണ് തുറന്നു. അപ്പോൾ എനിക്കറിയില്ല സ്ട്രോക്ക് വന്നാൽ അത് ഓർമ്മയില്ലെന്നൊന്നും. ഞാൻ ഇങ്ങനെ തട്ടി വിളിച്ച് എന്നെ നോക്കിയിട്ട് ഒറ്റ കരച്ചിലങ്ങ് കരഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 9 മാസമാകുന്നു. പുഷ്പയും തോമസും തമ്മിൽ ഒരു രക്തബന്ധവുമില്ല. പുഷ്പയ്ക്ക് തോമസ് ഏട്ടനെ അച്ഛനായി കാണാൻ അതിന്റെ ആവശ്യവുമില്ലായിരുന്നു. ഞങ്ങളെ ഒരു മക്കളെ പോലെ സ്നേഹിച്ചത് എന്നെ എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നു. മക്കളെ പോലെ ആണ് സംരക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചാൽ മറ്റുള്ള പൂവാലന്മാരുടെ ശല്യമൊന്നും ഇല്ലാതെയൊക്കെ ഞങ്ങളൊരു സംരക്ഷകനായിരുന്നു. തോമസ് ഏട്ടന്റെ ഒരു കൈയുടെ സ്വാധീനം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. സംസാരിക്കാനും കഴിയുന്നു. ആശാവർക്കറായ പുഷ്പ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് MR ശശിധരൻ പരിചരണം ഏറ്റെടുക്കും. ഡൽഹിയിലുള്ള മകന് ഒരു കുഞ്ഞു പിറന്നിട്ട് തോമസ് ഏട്ടനെ പരിചരിക്കേണ്ടതിനാൽ ഇതുവരെ ഒന്ന് കാണാൻ പോലും ഇവർ പോയിട്ടില്ല. നമ്മളെ ചെറുപ്പത്തിൽ നോക്കിയിട്ടേ സ്വന്തപ്പെട്ടവരാരും ഇല്ലാതെ ഒരു അവസ്ഥ, അത് ദൈവം അതിനനുവദിച്ചില്ല. സ്വന്തം അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് പോകുന്ന മക്കളുള്ള കാലമാണ്. അവിടെയാണ് പുഷ്പ ചേച്ചിയെ പോലുള്ളവർ പ്രതീക്ഷയാകുന്നത്. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിൻസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ ഈ വാർത്ത കാണുമ്പോൾ വിചാരിക്കുമായിരുന്നു, നമുക്ക് ഈ നമ്മുടെ അച്ഛനെയോ അമ്മയോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അവരെയൊക്കെ നമുക്കിങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നു, അല്ലെങ്കിൽ അവരെ ഒരിടത്താക്കിയിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകൾ കാണുമ്പോൾ തന്നെ നമുക്കത് ഉള്ളിൽ പിടഞ്ഞു പോകുന്ന ഒന്നാണ്. പക്ഷേ ഈ പുഷ്പ ചേച്ചി ഒത്തിരി പേർക്കുള്ളൊരു വലിയ മാതൃകയും വലിയൊരു സന്ദേശവും കൂടിയാണ് ഈ പ്രത്യേകിച്ച് ഈ ഒരു മാതൃദിനത്തിൽ, അല്ലേ ജെയിൻ? തീർച്ചയായിട്ടും നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പം ഈ തോമസ് എന്ന് പറയുന്ന ടി തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ ഈ പുഷ്പ പരിചരിക്കുന്നത് കാണുന്നത് വളരെ അവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. ഈ തോമസ് ഏട്ടനുമായിട്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോഴൊക്കെ അവരുടെ മുഖത്ത് സാധാരണയിൽ ഉള്ളതിനേക്കാൾ, അല്ലെങ്കിൽ നമ്മളോടൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് അവരുടെ മുഖത്ത് എന്നുള്ളതാണ്. അത് തന്നെയാണ് അവരെ ഒരു പക്ഷേ കുടകിൽ നിന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് സംരക്ഷണം നൽകാനുള്ള ഒരു പ്രേരണയും അതുതന്നെയായിരിക്കും. ആ സന്തോഷം, തനിക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം, അതിനു വേണ്ടിയിട്ടായിരിക്കും പുഷ്പ അതിൽ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നമുക്ക് ഈ കാലത്ത് അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വന്തം മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ഒരു കാലമാണ്. ഇന്നലെ പോലും നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച മക്കൾ പോയി എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള വാർത്തകൾക്കിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് നല്ല മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന് ഇപ്പോഴും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് എന്നുള്ളത്. വളരെ കഷ്ടപ്പെട്ടാണ് ഇവരെ ഈ തോമസ് ഏട്ടനെ കുടകിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കുന്നത്. ഏതാണ്ട് 40-40 വർഷമായി ചെപ്പുകുളത്തേക്ക് വിവാഹം കഴിച്ച് പുഷ്പ ചേച്ചി എത്തിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകുന്ന സമയത്തൊക്കെ വല്ലപ്പോഴും നേരിൽ ചെന്ന് കാണും. തോമസ് ഏട്ടൻ
മറ്റ് ഫോണുകളിൽ നിന്ന് സംസാരിക്കാറില്ല. അതുകൊണ്ട് ഇവരൊരു ഫോണൊക്കെ മേടിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം നേരിട്ട് പോകുമ്പോൾ മാത്രമേ കാണാറുള്ളൂ, വല്ലപ്പോഴും വിളിക്കാറുണ്ട്. ഒരു ദിവസം ഇവരുടെ സഹോദരി കുടകിലുണ്ട്. ആ കുടകിൽ നിന്ന് സഹോദരി ഇങ്ങനെ തോമസ് ചേട്ടൻ അവശനായി കിടക്കുകയാണ്, നാട്ടുകാരൊക്കെ കൂടിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പുഷ്പചേച്ചി ഭർത്താവും ഒന്നും നോക്കാതെ, മകളും ഉണ്ടായിരുന്നു കൂടെ, അവർ ഒരുമിച്ച് കുടകിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് തിരികെയല്ല, അവർ നേരിട്ട് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും തൊടുപുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം അവരെ കൊണ്ടുവന്നാക്കിയത്. അവിടെ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല, മണി മാത്രമേ അനങ്ങുന്നുള്ളൂ, മറ്റ് അവയവങ്ങൾ അല്ലെങ്കിൽ ശരീരം പൂർണ്ണമായി തളർന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകി അദ്ദേഹത്തെ വീണ്ടും ഒരു മെച്ചപ്പെട്ട ആരോഗ്യം